4th സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിൽ എന്താണ് ശൈലി എന്നുള്ള പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. MN കാരശ്ശേരി മാഷാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ നിന്നാണ്. അപ്പോൾ ശൈലിയെക്കുറിച്ച് അദ്ദേഹം ചില വസ്തുതകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ശൈലി എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഉറച്ചുപോയ രീതിയാണ് ശൈലി എന്ന് പറയുന്നുണ്ട്. ചുട്ടുപഴുത്ത കല്ലിൽ നിന്ന് പുറപ്പെടുന്ന അരക്ക് പോലുള്ള കന്മദത്തിന് ശൈലി എന്ന് പറയാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ശീലം എന്ന പദത്തോടെന്ന പോലെ ശില എന്ന പദത്തോടും ശൈലിക്ക് ബന്ധമുണ്ട്. പിന്നെ സമ്പ്രദായം, മട്ട്, രീതി തുടങ്ങിയ അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് മൂന്ന് തലത്തിൽ ഈ പദം പ്രസക്തമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒന്ന്, ഭാഷയുടെ തനിമയുമായി ബന്ധപ്പെട്ട ആവിഷ്കാര രീതി. അതായത് ആന ചത്തു എന്നല്ല, ആന ചരിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു രീതി. ഇനി രണ്ടാമത്തെ, ഭാഷാ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി തീർന്ന പ്രയോഗ വിശേഷം, അതായത് കയ്യിൽ കുത്തുക എന്നുള്ള അത്തരം പ്രയോഗങ്ങൾ. മൂന്നാമത്തത്, വ്യക്തിയുടെ സവിശേഷ ഭാഷാ പ്രയോഗ മുദ്ര, അതായത് മുണ്ടശ്ശേരിയുടെ ശൈലി, കാരശ്ശേരി മാഷിൻ്റെ ശൈലി, അങ്ങനെ ഉണ്ടാവില്ല ആ ഒരു രീതി. ഇനി കുറേ ശൈലീഭംഗങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് അദ്ദേഹം ആ ലേഖനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതായത് കുട നന്നാക്കി കൊടുക്കപ്പെടും, നെല്ല് കുത്തി കൊടുക്കപ്പെടും തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ. പിന്നെ ഒരുവിൻ്റെ അർത്ഥഭേദങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിലെ ദി ചേരാത്തിടത്ത് എ, ആൻ എന്നിവ ചേർത്ത് വേണം പ്രയോഗിക്കാൻ. പക്ഷേ മലയാളത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അതായത് ഒരു പാമ്പ് കടിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല, പാമ്പ് കടിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇനി ഒരു സൂചിപ്പിക്കുന്നതിന് ഒരു വ്യത്യസ്ത അർത്ഥങ്ങളെ ഒരു വാക്യത്തിൽ പ്രദാനം ചെയ്യാനും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അയാൾ ഒരു പണ്ഡിതൻ, അമ്മ ഒരു കളവ് പറഞ്ഞു, അങ്ങനെ വ്യത്യസ്ത അർത്ഥം സൂചിപ്പിക്കാനായിട്ടും ഒരു ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താണ് ശൈലീഭംഗം എന്നാണ് അടുത്തത് പറയുന്നത്. അതായത് ഒരു ഭാഷ സംസാരിക്കുന്ന സമൂഹം ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ ഈ രീതിക്ക് ഇണങ്ങാത്ത പദപ്രയോഗമാണ് പലപ്പോഴും ശൈലീഭംഗമായിട്ട് വരുന്നത്. അതായത് എനിക്ക് വിശക്കുന്നു എന്നതിന് ഞാൻ വിശപ്പുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അത് ശൈലീഭംഗമാണ്. അപ്പം അതിന് കാരശ്ശേരി മാഷ് പറയുന്നത്, ഒരു കാര്യം പറയേണ്ടി വരുമ്പോഴും ആശയം പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ ഉപയോഗിക്കുന്ന ശൈലി എന്തെന്ന് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. അതങ്ങ് എഴുതിയാൽ മതി, പിന്നെ ശൈലീഭംഗത്തിൻ്റെ പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ പുതുശൈലികളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അപ്പോൾ പഴയ കാലത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെ പുതിയ കാലത്തും ശൈലികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് ആര്യാടൻ്റെ വരവ് എന്നുള്ള ആ ഒരു ശൈലി എടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുണ്ടായ ആ ഒരു കാര്യം എടുത്ത് പറയണം. ഇനി പഴഞ്ചൊല്ലുകളും അതേപോലെ തന്നെ ഉണ്ടാവാറുണ്ട് എന്ന് പറയണം. കവിത്രയത്തിൻ്റെ നിരീക്ഷണങ്ങൾ ചൊല്ലായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിൽക്കാലത്ത് വന്ന കവികളുടെ വരികളും അങ്ങനെ ചൊല്ലായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്നുള്ള, അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ ചില വാക്യങ്ങളും ഇതുപോലെ ചൊല്ലുകളായി തീർന്നിട്ടുണ്ട്. EMSൻ്റെ ഒഴിവും കഴിവും, TV തോമസിൻ്റെ ഇനി നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം, ഇത്തരം പ്രയോഗങ്ങൾ. അപ്പോൾ അതിന് കാരശ്ശേരി മാഷ് പറയുന്നത് എന്താ വെച്ചാൽ, ഏതു ജീവൽ ഭാഷയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ് ഇത്തരം പുതിയ പ്രയോഗങ്ങൾ. മൃദുഭാഷയായിട്ടുള്ള സംസ്കൃതത്തിലെ പുതിയ ചൊല്ലുകൾ ഉരുവം കൊള്ളാറില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത്, കിണാപ്പൻ എന്നുള്ള ശൈലി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഭാഷയിൽ വരുന്ന ആവർത്തനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ബസ്സിനുള്ളിൽ പുകവലി പാടില്ല, ബസ്സിൽ നിന്ന് മതി എന്ന് അദ്ദേഹം എടുത്ത് പറയും.
അപ്പം അത്തരം കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പോയിൻ്റിൽ വരുന്ന ആരാണ് പ്രതി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ കാണാതായ ഗോപാലൻ നായരുടെ ആട്. അപ്പോൾ ആരെയാണ് കാണാതായത്, ഗോപാലൻ നായരെയാണോ ആടിനെയാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ വാക്യരചനയിൽ കാണാം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുക. ഇതിനകത്ത് പ്രാസത്തിൻ്റെ കെണി എന്നുള്ളതാണ്. ആ പ്രാസ ഗദ്യത്തിൽ ആവശ്യമില്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അത് ഒരു ശരിയല്ല. പ്രാസത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികതയിലാണ് ഭാഷാ പ്രയോഗത്തിൻ്റെ മികവ്. അതുകൊണ്ട് ഗദ്യത്തിൽ പടച്ചുണ്ടാക്കുന്ന പ്രാസം ഗദ്യത്തിൽ അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രാസം ഒഴിവാക്കാം. പക്ഷെ സ്വാഭാവികമായിട്ട് വരുന്ന പ്രാസത്തെ ഉൾക്കൊള്ളിക്കാമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പൈങ്കിളി ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വായനക്കാരെ വർണ്ണന കൊണ്ട് ഇക്കിളിപ്പെടുത്തുവാനും വിവരണം കൊണ്ട് വൈകാരികതയിൽ തളച്ചിടാനും ഉത്സാഹിക്കുന്ന ഭാഷാ രീതിയെ കുറിക്കാനാണ് സാധാരണയായി പൈങ്കിളി ഭാഷ ഉപയോഗിക്കുന്നത്. ഇത്തരം ഭാഷാ പ്രയോഗങ്ങൾ അനുചിതമായ സ്ഥലങ്ങളിൽ ശരിയല്ല എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം വിവരിക്കുന്നു. ഇത്രയാണ് ആ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വരിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദളിതർക്ക് ക്ഷേത്രപ്രവേശനത്തിനുള്ള സാഹചര്യങ്ങളും കൂടി ഒരുക്കാനുള്ള തീരുമാനമുണ്ടായി. അതേപോലെ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. 1888 മാർച്ച് മാസത്തിലായിരുന്നു അയ്യങ്കാളിയുടെ വിവാഹം. 1941 ജൂൺ 18 തൻ്റെ 77ാമത്തെ വയസ്സിൽ അയ്യങ്കാളി അന്തരിക്കുന്നത്. വെങ്ങാനൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിന് സമീപം സ്മൃതി മണ്ഡപത്തിലും തിരുവനന്തപുരം വെള്ളയമ്പലം സ്ക്വയറിലും 1980 തിരുവനന്തപുരം വെള്ളയമ്പലം സ്ക്വയറിൽ 1980 അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയുണ്ടായി. 2002 സെപ്റ്റംബർ 12 പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അയ്യങ്കാളി സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പോൾ ഇത്രയാണ് അയ്യങ്കാളിയെ കുറിച്ചിട്ട് ആ പാഠഭാഗത്ത് പറയുന്നത്. ഇനി വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ അയ്യങ്കാളി എന്നുള്ള ലേഖനം. കേരളത്തിലെ ആദ്യമായി കർഷക തൊഴിലാളി പണിമുടക്ക് സമരം നടത്തി വിജയിച്ച തൊഴിലാളി നേതാവായിട്ടുള്ള അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഒരു ലേഖനം. അപ്പം അദ്ദേഹം തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരാണ് ജനിച്ചത്. മാലയും അയ്യനുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. 1863 അദ്ദേഹത്തിൻ്റെ ജന്മം. അന്ന് ദളിതർക്ക് വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ചെറുപ്പത്തിലെ കൃഷിപ്പണിയിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധ്വാനത്തിനനുസരിച്ച് കൂലി കൊടുക്കാതിരിക്കുക, അകാരണമായിട്ട് വഴക്ക് പറയുക, സഭ്യേതരമായ വാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുക, മർദ്ദിക്കുക തുടങ്ങിയിട്ടുള്ള രീതികൾ അന്ന് ജന്മിമാരെ അനുവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ശബ്ദമുയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ദളിതരുടെ അന്നത്തെ ജീവിത രീതി പറയുന്നുണ്ട്. അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ പോണതും, ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പറ്റാത്തതും, പറമ്പിൽ കുഴി കുത്തിയിട്ട് അതിൽ ഭക്ഷണം കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആദ്യം വിവരിക്കുന്നുണ്ട്. അതായത് നാൽക്കാലികളായിട്ടുള്ള മൃഗങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന പോലും അക്കാലത്ത് ഈ മനുഷ്യർക്ക് ലഭിച്ചിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇതിനെയെല്ലാം എതിർക്കാനായിട്ട് അദ്ദേഹം സഹോദരന്മാരെയും അതേപോലെ തന്നെ സമപ്രായക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെയും ഒക്കെ ഒന്നിച്ച് ചേർത്ത് ഒരു മൈതാനത്ത് അവർ ഇടയ്ക്ക് ഒത്തുകൂടും. അങ്ങനെ ഈ അടിമ ചങ്ങലകളൊക്കെ
പൊട്ടിച്ചെറിഞ്ഞ് ഒരു മോചനത്തിനായിട്ട് ശ്രമിക്കണം എന്ന് അവർ ദൃഢപ്രതിജ്ഞ എടുക്കുക. പിന്നെ അവരുടെ സമരപരിപാടികളിൽ ആദ്യത്തെ സഞ്ചാര സ്വാതന്ത്ര്യ സമരമായിരുന്നു. അയ്യങ്കാളി നടത്തിയിട്ടുള്ള വില്ലുവണ്ടി സമരം, അതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നടത്തിയ സമരം. അതിൽ അയ്യങ്കാളി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിജയിച്ചതിന് ശേഷം പിന്നീട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളായി. അപ്പോൾ പിന്നെ സാധുജന പരിപാലന സംഘം എന്നുള്ള പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുക. അപ്പോൾ 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. സംഘടനയിലൂടെ ശക്തിയാർജിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ സന്ദേശം. അപ്പം അതിനുശേഷം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമായി. അപ്പോൾ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മൊത്തം അവിടെ പറയുന്നുണ്ട്. സ്കൂളുകൾ ഉണ്ടാക്കിയതും അവിടെ പഠിപ്പിക്കാൻ ആളെ കിട്ടാതിരുന്നതും, ആദ്യമായി സ്കൂളിൽ അതുവരെ ഉണ്ടായിരുന്ന സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയി ചേർത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ സംഭവം ഊരുട്ടമ്പലം സംഭവം എന്നുള്ള പേരിൽ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അടുത്ത അയ്യങ്കാളി നിയമനിർമ്മാണ സഭയിൽ എത്തുകയാണ്. സവർണ സമുദായത്തിൽ നിന്ന് പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്ന വ്യവസ്ഥ 1911 നിലവിൽ വന്നത്. അപ്പോൾ പുലയർ തുടങ്ങിയിട്ടുള്ള ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കാൻ അന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ അന്ന് പത്രാധിപരായിട്ടുള്ള PK ഗോവിന്ദപിള്ളേനെയാണ് ഇതിനായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം അവരിൽ ഒരാളെ തന്നെ അതിന് അനുവദിക്കണം എന്നുള്ള ഗോവിന്ദപിള്ളയുടെ നിർദ്ദേശത്തെ തുടർന്ന് 1911 ഡിസംബർ 15 അയ്യങ്കാളിയെ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുക. അപ്പം അന്നത്തെ അയ്യങ്കാളിയുടെ ആ വരവ് അവിടെ ഉണ്ടായിരുന്ന മറ്റ് പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരെക്കാളും പ്രൗഢമായിട്ടായിരുന്നു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് നിരവധി ബഹുജന പ്രക്ഷോഭങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മറ്റു കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാതായപ്പോഴാണ് സ്വന്തമായിട്ട് സ്കൂള് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ മഹാകവി കുമാരനാശാനെ അതിനു വേണ്ടിയിട്ട് സമീപിക്കുക. അപ്പോൾ അവിടെയും സ്കൂള് കത്തിക്കലും അധ്യാപകരെ പഠിപ്പിക്കാനായിട്ട് അധ്യാപകരെ കിട്ടാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ പണിമുടക്ക് സമരം നടത്തുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ തൊഴിലാളി സമരം അല്ലെങ്കിൽ കർഷക തൊഴിലാളി പണിമുടക്ക് സമരമായിരുന്നു അത്. ഏകദേശം 1 വർഷത്തോളം ആ സമരം നീണ്ടു നിൽക്കുകയാണ്. അങ്ങനെ 1913 ജൂണിൽ ആരംഭിച്ച പണിമുടക്ക് സമരം 1914 മെയ് മാസത്തിലാണ് അവസാനിക്കുന്നത്. അപ്പം അത് ഒരു വൻ വിജയമായി മാറുക. ഇപ്പോൾ ദളിത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ പ്രവേശനം അനുവദിച്ചു. പക്ഷേ പ്രവേശനം അനുവദിച്ചെങ്കിലും മറ്റു കുട്ടികൾ അവരോടൊപ്പം ഇരിക്കാനായിട്ട് വിസമ്മതിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ സർക്കാർ തലത്തിൽ തന്നെ ചർച്ചകളൊക്കെ നടത്തിയിട്ട് ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. പിന്നീട് ആചാര പരിഷ്കരണങ്ങൾക്കാണ് ശ്രമം നടത്തിയത്. അതായത് ദളിതരുടെ വസ്ത്രധാരണ രീതി തന്നെ മാറ്റി, കല്ലയും മാലയും ധരിക്കുന്ന ആ രീതി ഉപേക്ഷിച്ച് പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്ന രീതി സ്വീകരിക്കാനായിട്ടുള്ളൊരു ആഹ്വാനവും അത് നടപ്പിലാക്കുകയാണ് പിന്നെ ചെയ്തത്. 1916 സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള സാധുജന പരിപാലിനി എന്നുള്ള മാസിക ആരംഭിച്ചു. വിദ്യയിലൂടെ ഉന്നതി നേടുക എന്നുള്ളതായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ പഞ്ചമി എന്ന ദളിത് ബാലികയെ ആണ് അയ്യങ്കാളി ആദ്യമായിട്ട് സ്കൂൾ പ്രവേശനത്തിന് കൊണ്ടുപോയത്.
അപ്പം അങ്ങനെ പുരോഗതിയുടെ പടവുകൾ ഈ സാഹുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടും അയ്യങ്കാളിയുടെ പ്രവർത്തന ഫലമായിട്ടും ദളിത് സമൂഹത്തിൽ ഉണ്ടായി. മഹാത്മജിയും അയ്യങ്കാളിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. KR നാരായണൻ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റ മുഹൂർത്തത്തിൽ അയ്യങ്കാളിയുടെ ആത്മാവിന് അത് വലിയൊരു ചാരിതാർത്ഥ്യമായിട്ടുണ്ടാവുമെന്ന് പറയുക. അയ്യങ്കാളിയെ അഭിനന്ദിക്കാൻ 1937 വെങ്ങാനൂരിൽ മഹാത്മജി എത്തുകയുണ്ടായി. പുലയ രാജാവ് എന്നുള്ള വിശേഷണം അയ്യങ്കാളിക്ക് നൽകിയതും മഹാത്മജിയാണ്.